അങ്ങോട്ട് പോയി. അരെ ബ്ലൗസിന്റെ സ്റ്റൈല് നല്ല രസമാണ്. ബാക്കിൽ ഒരു കെട്ട് മാത്രമേ ഉള്ളൂ. മുന്നിൽ Dholavira. Straight? ഓണടിക്കുമ്പോ ഹായ് ഹലോ, ഞങ്ങളിപ്പോൾ ധോളവീരയിൽ എത്തിയിരിക്കുകയാണ്. ഈ പുറകിൽ കാണുന്നതാണ് ധോളവീര. മതിലോടുകൂടി കെട്ടിയിട്ടുള്ള ഒരു സിറ്റിയാണ്. അതുപോലെ തന്നെ ചെക്ക് ഡാമുകൾ കെട്ടിയിട്ട് അവിടത്തേക്ക് ഈ സിറ്റിയിലേക്ക് വെള്ളം കൊണ്ടുവന്നിരുന്നു. അപ്പം നമ്മുടെ ഇന്ത്യയിൽ ഹാരപ്പൻ സിവിലൈസേഷൻ, മോഹൻജദാരോയിലെ അവശിഷ്ടങ്ങൾ, അതുപോലെ ലോത്തലിലെ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള അതുപോലൊരു സ്ഥലമാണ് ധോളവീര. ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു സിറ്റിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള മെസോപ്പൊട്ടാമിയൻ, അങ്ങനെ ഓരോ നാഗരികതകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അത്തരം ഒരു നാഗരികത വളർന്നു വന്ന നഗരം, അതിലൊരു നഗരമാണ് ധോളവീര. ഇതാണ് ധോളവീരയുടെ മാപ്പ്. രണ്ട് നദികളാണ് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്. മൻസർ എന്നും മൻസർ എന്ന് പറയുന്ന ഈ നദിയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് റിസർവോയറിൽ നിറച്ചിരിക്കുന്നു. ഇതാണ് ധോളവീര ഒരു കാലത്ത് ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകളുടെ ഒരു രൂപരേഖ. ഇത് ഇന്ന് അവശിഷ്ട നഗരമായി മാറിയിരിക്കുകയാണ്. ഇതാണ് മൊത്തത്തിലുള്ള 140 ഏക്കറിൽ വിസ്തീർണമുള്ള ഒരു വലിയ ടൗണായിരുന്നു ധോളവീര. ഇന്ന് നമുക്ക് ധോളവീരയുടെ കാഴ്ച ഇതാണ്. അങ്ങ് അകലെ കാണുന്നതാണ് ധോളവീര പട്ടണം. ഈ കാണുന്ന ഇതിന് തൊട്ടടുത്ത് അനേകം ജലസ്രോതസ്സുകളാണ്. വലിയ മണൽ കല്ലുകൾ കൊണ്ട് കെട്ടി നിർമ്മിച്ച വലിയ ഉയരത്തിലുള്ള കെട്ടിടങ്ങളും ചുറ്റുമതിലോട് കൂടിയ ഒരു വലിയ നഗരമായിരുന്നു ധോളവീര എന്ന് പറയുന്നത്. 5000 വർഷത്തിലധികം പഴക്കമുള്ള നഗരമാണ് ധോളവീര. റാൻ ഓഫ് കച്ചിലെ, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ നിന്ന് കാദിർ ഐലൻഡിൻ്റെ ഭാഗത്താണ് ഈ ധോളവീര സ്ഥിതി ചെയ്യുന്നത്. ഇത് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ സൈറ്റുകളിൽ കണ്ടെടുക്കപ്പെട്ട ഏറ്റവും 5 വലിയ സൈറ്റുകളിൽ ഒന്നാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാട്ടർ സിസ്റ്റം ഉണ്ടായിരുന്ന ജലസംഭരണ സംവിധാനം ഉണ്ടായിരുന്ന ഒരു സിറ്റിയാണ് ധോളവീര. നേരത്തെ കാണിച്ച ആ 2 നദികളിൽ നിന്നുള്ള വെള്ളം ഈ കാണുന്ന വലിയ റിസർവോയറിലേക്ക് കൊണ്ടുവന്ന് വെള്ളം സംഭരിച്ചിരുന്നു. ഇതാണ് ധോളവീരയിലെ ടാങ്കാണിത്. ഇതാണ് ഏറ്റവും വലിയ ടാങ്ക്. 2 സ്റ്റെപ്പ് വെൽ ടാങ്കുകളാണ്. ഇവിടത്തേക്ക് വെള്ളം നിറച്ച്, ഇവിടുത്തെ ആവശ്യത്തിനുള്ള വെള്ളം നിറച്ച് വയ്ക്കും. ഇതിൽ 30 സ്റ്റെപ്പുകളുള്ള 2 സ്റ്റെപ്സ് 2 സൈഡിൽ നിന്ന് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലസംവിധാനമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ ജലം സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനേകം കുളങ്ങളും 2 നദികളിൽ നിന്ന് വെള്ളം തിരിച്ചുവിടുന്നതിനുള്ള അണക്കെട്ടുകളും വലിയ റിസർവോയർ സിസ്റ്റവും ഇവിടെ ഉണ്ടായിരുന്നു.
സിറ്റിയെക്കുറിച്ച് പറയുന്നത് വളരെ വെൽ വേഴ്സ്ഡ് ആയിട്ടുള്ള സിറ്റീസുകളിൽ ഒന്നായിരുന്നു ഇത്. ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന വെൽ വേഴ്സ്ഡ് ആയിട്ടുള്ള സിറ്റീസ് കണ്ടില്ല. എത്ര സ്റ്റോറി ആയിട്ടാണ് ഈ ബിൽഡിങ്ങുകൾ കാണുന്നത് നിങ്ങൾക്ക് ബാക്കിൽ കണ്ടാൽ മനസ്സിലാവും. 1956 ആദ്യമായിട്ട് JP ജോഷി എന്ന് പറയുന്ന ആർക്കിയോളജിസ്റ്റ് ഇവിടെ വരികയും ഉദ്ഖനനം ചെയ്യുകയും ചെയ്തത്. ഉദ്ഖനനം ചെയ്തതിൻ്റെ ഒരു ചട്ടിയുടെ കഷ്ണം ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുകയുണ്ടായി. കുറേ കഷ്ണങ്ങൾ അവിടെ കണ്ടിരുന്നു. ഇതിനകത്ത് ചെറിയ പാളി പോലെ ഉള്ള ഡിസൈൻസ് ഉണ്ട്. ഇതൊക്കെയാണ് അവിടെ അടുത്തുള്ള മ്യൂസിയത്തിൽ വെച്ചിരിക്കുന്ന മൺചട്ടികളുടെ ഡിസൈൻസ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഉദ്ഖനനത്തിൽ അനേകം കാര്യങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു സിറ്റിയാണിത്. ഇവിടെയുള്ള കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച ഒരു ശൈലിയിലുള്ള കല്ലുകളാണ്, മണൽ കല്ലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജിപ്സം പോലെ ഒരു പേസ്റ്റും ഉപയോഗിച്ചിരിക്കുന്നത്. ലോക്കൽ സാൻഡ് സ്റ്റോൺ ആണ് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മതിലുകളെല്ലാം തന്നെ കല്ലുകളിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് വാക്ക് വേസ്, സിറ്റിയിലേക്കുള്ള റോഡിൻ്റെ ഒരു സ്റ്റൈലാണിത്. ധോളവീരയിൽ ഉപയോഗിച്ചിരുന്ന സീലുകളാണിത്. പലതരത്തിലുള്ള മുദ്രകളോടുകൂടിയ ഹാരപ്പൻ സീലുകളാണ്. ഇതാണ് സൗത്ത് ഗേറ്റ്. ഇതിൻ്റെ റോക്ക് കട്ട് ചെയ്ത് അടിയിലൂടെ ആയിരുന്നു അങ്ങോട്ട് സിറ്റിക്ക് അകത്തേക്ക് കയറി. വലിയ ഉയർന്ന മതിലുകളോട് കൂടിയിട്ടുള്ള സൗത്ത് ഗേറ്റിനകത്ത് അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിലായി വലിയ കവാടം ഉണ്ടായിരുന്നു. വലിയ ഗ്രൗണ്ടും അതുപോലെ ശ്മശാനങ്ങളും എല്ലാം ഉണ്ടായിരുന്നൊരു സിറ്റിയാണ്. നമ്മളെല്ലാവരും അത്ഭുതപ്പെടുത്തിയൊരു കാഴ്ചയാണ്. ധോളവിരയിലെ ഒരു സൈൻ ബോർഡാണ്. ഈ സിറ്റിയിലെ എല്ലാ സ്ഥലങ്ങളും അടയാളപ്പെടുത്തി സൈൻ ബോർഡ് കൊടുത്തിരുന്നു. വലിയ സൈൻ ബോർഡുകളാണ്. മറ്റൊരു അത്ഭുതമാണ് ഇനി ധോളവിരയിലെ അടുത്തത് കാണുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ഒരു ആരാധനാ കേന്ദ്രം എന്ന് കരുതാവുന്നൊരു സ്ഥലമാണ്. ശിവലിംഗങ്ങളുടെ സാദൃശ്യമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ശിവലിംഗമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ആ ശിവലിംഗം. ഇവിടെ ഖനനം നടത്തിയ RS ബ്രിഷ്ടിന് ഇത്തരത്തിലുള്ള 6 മാതൃകകളാണ് ശിവലിംഗത്തിൻ്റെ ഉദ്ഖനനത്തിൽ ലഭിച്ചത്. ഈ ദണ്ടുകളെല്ലാം ഉയർന്നു നിൽക്കുന്ന പുരുഷലിംഗത്തോട് വളരെയധികം സാമ്യമുള്ള ശിവലിംഗ സ്വഭാവമുള്ളവയാണ്. RS ബ്രിഷ്ട് പറയുന്നത് ധോളവിരയിൽ വലിയൊരു ആരാധനാ കേന്ദ്രങ്ങളും വിഗ്രഹങ്ങളും ലിംഗചിഹ്നങ്ങളും എല്ലാം ചേർന്ന ഈ കാണുന്ന രീതിയിലുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നെന്നാണ്. ഈ ആരാധനാ കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്തായി വലിയൊരു കിണറാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇവിടത്തേക്ക് വളരെ തെളിഞ്ഞ വെള്ളം കൊണ്ടുവന്നിരുന്നു. ഈ കാണുന്നത് മുഴുവനും തന്നെ റിസർവോയർ സിസ്റ്റമാണ്. വെള്ളം ഡ്രെയിനേജ് സിസ്റ്റമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ തടിക്കഷ്ണം പോലൊരു ഒരു സാധനം കാണാം. ഇതാണ് ടെറോക്കോട്ട പൈപ്പാണ് ഈ കാണിക്കുന്നത്. ഡ്രെയിനേജ് വാട്ടർ കൊണ്ടുവരുന്ന പൈപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഭാഗത്താണ് ഇതിന് അടിയിലൂടെ വെള്ളം കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്ത് ഒഴുക്കിയിരിക്കുകയാണ്. വളരെ പ്ലാൻഡായ കൃത്യമായ കണക്കോടുകൂടിയ ഒരു സിറ്റി ആയിരുന്നു ധോളവീരയിലെ ഈ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഭാഗമായ ഈ സിറ്റി. ആ ഒരു കാലത്തെ ഏറ്റവും ഗ്രാൻഡായിട്ടുള്ള ഒരു സിറ്റി ആയിരുന്നു. മാത്രമല്ല വളരെ മറ്റേത് സിറ്റിയെ അപേക്ഷിച്ചും ഇതിൻ്റെ പ്ലാനിങ് എന്ന് പറയുന്നത്, ഈ സിറ്റി പ്ലാനിങ് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പായിരുന്നു. കൃത്യമായ ഇന്നും നേരെ അളവ് പിടിച്ചു കഴിഞ്ഞാൽ ഒരു അണുകിട പോലും തെറ്റാത്ത രീതിയിലുള്ള കൃത്യമായിട്ടുള്ള ഒരു സിറ്റി പ്ലാനിങ് ആണ് ഇവിടെ എല്ലാം തന്നെ കാണാൻ കഴിയുന്നത്. സിറ്റിക്കകത്ത്
കൃത്യമായി 3 ഡിവിഷനായി തിരിച്ചുകൊണ്ടാണ് അതിൻ്റെ പ്ലാനിങ് ചെയ്തിരുന്നത്. ഒന്ന് മിഡിൽ ടൗൺ, അതിൻ്റെ സൈഡിൽ ലോവർ ടൗൺ, അതിൻ്റെ നടുക്കായി ഒരു വലിയ സിറ്റാഡൽ, ഒരു കാസിൽ എന്നിങ്ങനെ കൃത്യം പ്ലാനോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന ഒരു സിറ്റിയാണ്. അതേപോലെ തന്നെ ഈ നോർത്ത് ഭാഗം എല്ലാം തന്നെ സെറിമോണിയൽ ഗ്രൗണ്ട്, സ്റ്റേഡിയം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ചെയ്തിരുന്നത്. സിറ്റാഡലിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് കുറച്ച് ഏരിയാസ് കാണാൻ പറ്റും. ഇത് മൾട്ടി പർപ്പസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്ന് മനസ്സിലാവും. പബ്ലിക്കായ ആളുകൾക്ക് വരാനും ഫെസ്റ്റിവലിൻ്റെ സമയത്തും മറ്റ് ആവശ്യങ്ങളുടെ സമയത്തൊക്കെയാണ് ഈ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്തിരുന്നത്. അതല്ലെങ്കിൽ മറ്റൊരു ഭാഗം മാർക്കറ്റും അതുപോലെയുള്ള ചെറിയ കച്ചവടങ്ങളും ഒക്കെ സീസൺസിനനുസരിച്ചുള്ള കച്ചവടങ്ങളും ചെയ്യാനുള്ള ഏരിയ ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഇവിടുത്തെ വീടുകളുടെ പ്രത്യേകത സമചതുരത്തിൽ നിർമ്മിച്ച വീടുകളായിരുന്നു. മിക്കവാറും എല്ലാ വീടുകൾക്കും 4 റൂമും ഒരു സ്പേഷ്യസ് ആയ കോർട്ട്യാർഡും അതുപോലെ ഒരു ബാത്റൂമും കിച്ചണും അടങ്ങുന്ന വീടുകളായിരുന്നു മിക്കവാറും എല്ലാ വീടുകളും തന്നെ. എല്ലാ സ്ഥലങ്ങളും പ്രത്യേകം തന്നെ സൈൻ ബോർഡുകൾ വെച്ച്, വലിയ സൈൻ ബോർഡുകൾ വെച്ച്, ആ ലെറ്റേഴ്സ് നേരത്തെ കാണിച്ച ലെറ്റേഴ്സിലുള്ള ബോർഡുകൾ വെച്ചിരിക്കുന്ന പ്രത്യേകം തരംതിരിച്ചിരിക്കുന്ന ഒരു സിറ്റി കൂടിയാണ് ഇത്. ഈ കാണിച്ചിരിക്കുന്നത് സിറ്റിയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇവിടെ താഴെയും ധാരാളം വീടുകൾ, ഈ കോട്ടമതിലിൻ്റെ അകത്തെ വീടുകൾക്ക് പുറമെ പ്രദേശങ്ങളിലെല്ലാം മണ്ണിലുള്ള വീടുകളെല്ലാം ഉണ്ടായിരുന്നു. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ്റെ മാതൃക ഡ്രസ്ഡ് സ്റ്റോൺ കൺസ്ട്രക്ഷൻ എന്നാണ്. കൃത്യമായ ലാർജ് സ്കെയിലിൽ ആണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. മറ്റ് സിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കൺസ്ട്രക്ഷൻ രീതിയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ അടുക്കോടുകൂടിയുള്ള കല്ലിൻ്റെ മാതൃകകളാണ്. ഇഷ്ടികകൾ ഉപയോഗിച്ച് ലോത്തലും അതുപോലുള്ള മറ്റ് ഹാരപ്പയിലെ, മൊഹൻജദാരോയിലെ അതുപോലുള്ള മറ്റ് പല സ്ഥലങ്ങളിലെയും ആദ്യകാല കൺസ്ട്രക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ കൺസ്ട്രക്ഷന് വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കൃത്യമായ ഈ കല്ലുകൾ കൊണ്ട്, ഇവിടുത്തെ ലോക്കൽ ഈ അവൈലബിളായ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കൺസ്ട്രക്ഷൻ രീതിയാണ്. അതാണ് ഒരുപക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാൻ പറ്റും. ഇത് ഒരു വാട്ടർ റിസർവോയറാണ്. സ്റ്റെപ്പ് വെല്ലായിട്ട് കാണുന്ന രീതിയിലുള്ള വാട്ടർ റിസർവോയറാണ് ഇവിടെ കാണിച്ചിരുന്നത്. അനേകം വാട്ടർ റിസർവോയർ ഉണ്ട്. ഞാൻ നേരത്തെ ഇതിൻ്റെ മാപ്പ് കാണിച്ചപ്പോൾ അടുത്തടുത്തായി ആ മാപ്പിനകത്ത് അനേകം റിസർവോയേഴ്സ് കാണിച്ചിരുന്നു. അതുല്യമായിട്ടുള്ള ഒരു ജലവിനിയോഗ സംവിധാനമാണ് ഉണ്ടായിരുന്നത്. വളരെ കാര്യക്ഷമമായ ജലവിനിയോഗ സംവിധാനം. വർഷത്തിൽ 160 സെൻറ്റിമീറ്റർ കുറവ് മാത്രം മഴ ലഭിച്ചിരുന്ന ഉയർന്ന നിരക്കിൽ വരൾച്ച സാധ്യതയുള്ള ഒരു പ്രദേശമായിരുന്നു ഇത്. മാത്രമല്ല ഇതിൻ്റെ ചുറ്റും ഉപ്പ് മരുഭൂമിയായി കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ 2 നദികളിൽ നിന്നുള്ള വെള്ളത്തെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ഒരു വർഷം മുഴുവനുള്ള ആവശ്യത്തിനുള്ള വെള്ളം സംഭരിക്കുന്ന വലിയ ജലസംഭരണികളാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ജലസംഭരണികളിലേക്ക് കൃത്യമായി വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വെള്ളത്തൊട്ടികളും പ്രധാനപ്പെട്ട 16-ലധികം ജലസംഭരണികൾ ഇവിടെ ഉണ്ടായിരുന്നു. അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം തിരിച്ചുകൊണ്ട് 16 ജലസംഭരണികളാണ്. അടുത്തതായി ഞങ്ങൾ പോകുന്നത് ഇവിടുന്ന് 12 കിലോമീറ്റർ ഏകദേശം ദൂരമുള്ള ഫോസിൽ പാർക്കിലേക്കാണ്. ജുറാസിക് കാലഘട്ടത്തിലെ ആ ഒരു കാലഘട്ടത്തിലെ ചെടികളുടെ പ്ലാന്റ് ഫോസിൽ ഒരു പാർക്കാണ് ഇവിടെ
ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത്. അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. റാൻ ഓഫ് കച്ചിൻ്റെ റണ്ണിൻ്റെ നേരെ മുൻപിലായിട്ടാണ്, തടാകത്തിന് മുമ്പിലായിട്ടാണ് ഈ ഫോസിൽ പാർക്ക് ഉള്ളത്. പെട്രിഫൈഡ് വുഡ് എന്ന് വിളിക്കത്തക്ക വലിപ്പമുള്ള അതിബൃഹത്തായ പ്ലാന്റ് ഫോസിലാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. 8 മീറ്റർ നീളവും 1 മീറ്റർ ഡയാമീറ്ററും ഉള്ള പെട്രിഫൈഡ് വുഡ് പ്ലാന്റ് ഫോസിലാണ് ഗ്ലാസ് ഇട്ട് തിരിച്ച് ഇവിടെ സന്ദർശകർക്കായിട്ട് ഒരുക്കി വച്ചിരിക്കുന്നത്. വലിയൊരു കുന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ദൂരേന്ന് വെളുത്ത ഉപ്പു മരുഭൂമിയുടെ റാൻ ഓഫ് കച്ചിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. അങ്ങ് കാണുന്ന വൈറ്റ് നിറം മുഴുവനും ഉപ്പു മരുഭൂമിയാണ്. കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്ന ഉപ്പാണ് ആ മുൻപിൽ നമ്മളെ കാണുന്നത്. ഇതൊരു വല്ലാത്തൊരു കാഴ്ചയാണ്. വണ്ടി പാർക്ക് ചെയ്യാനൊരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് കുറച്ച് മുൻപിലോട്ട് നടക്കുമ്പോൾ നിരനിരയായി ഫോസിലുകൾ അടുക്കി വച്ചിരിക്കുന്ന പ്ലാന്റ് ഫോസിൽസ്, ചരിത്രാതീത കാലത്ത് ജുറാസിക് പാർക്ക് കാലഘട്ടത്തിലുള്ള മരക്കഷ്ണങ്ങൾ ഇവിടുന്ന് കണ്ടെത്തുകയുണ്ടായി. അതാണ് ഈ അടുക്കി വെച്ച് ഗ്ലാസ് ഇട്ട് ചില്ലിട്ട് വേർതിരിച്ച് വെച്ചിരിക്കുന്നത്. ചിലതെല്ലാം മൂടി വെച്ചിരിക്കുന്നു. കാലപ്പഴക്കം കൊണ്ട് നാശമായി പോകാതിരിക്കാൻ വേണ്ടി പലതും മൂടി വെച്ചിരിക്കുകയാണ്. എവല്യൂഷൻ ഹിസ്റ്ററി പഠിക്കുവാൻ വേണ്ടി നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഫോസിൽ പാർക്ക്. തീർച്ചയായും ഇവിടെ വരുമ്പോൾ നമുക്ക് ധോളവിരയിലെ ആർക്കിയോളജിക്കൽ സൈറ്റ്, മറ്റൊന്ന് ഈ കാതിർ ഐലൻഡിലെ റാൻ ഓഫ് കച്ച്, വെളുത്ത മരുഭൂമി, അതേപോലെ തന്നെ ഫോസിൽ പാർക്ക് എന്നിവ കാണാൻ പറ്റുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഇവിടുത്തെ ഒരു കാഴ്ച. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിയുടെ അണ്ടറിലായിട്ടാണ് ഇത് വരുന്നത്. എൻ്റെ വെയിലെന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട, ഡെസേർട്ടാണല്ലോ. ശരി, കുട്ടനെ അവനായിരുന്നു ഫോസിൽ പാർക്ക് കാണണമെന്ന് നിർബന്ധം. ഇതിവിടെ വൈറ്റ് ഡെസേർട്ടിൻ്റെ ഓരത്തായിട്ടാണുള്ളത്. നമ്മൾ കണ്ടു, തിരിച്ചു പോകാം. ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്. വെൽക്കം. വെൽക്കം. ഉപ്പ് മരുഭൂമിയുടെ യാത്രകൾ ഏതാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. 2 സൈഡിലും കുറേയൊക്കെ ഉപ്പ് പാടങ്ങളൊക്കെ കാണാൻ തുടങ്ങി. ഉപ്പ് ശേഖരിക്കുന്നതൊക്കെ കാണാം. ഞങ്ങളിനി പോകുന്നത് മറ്റൊരു ആർക്കിയോളജിക്കൽ സൈറ്റായ ഹാരപ്പൻ സൈറ്റുകളിലെ ആയിരക്കണക്കിനായ 1120ഓളം ഹാരപ്പൻ സൈറ്റുകളാണ് ഇന്ത്യയിൽ ഉള്ളത്. അതിലെ മറ്റൊരു സ്ഥലമായ ലോത്തലിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ കയ്യിലുള്ളതിനൊക്കെ കത്തി, ഇവരെ പുല്ലിന് കൊണ്ട് പശുവിനോട് പശുക്കൾ വേഗം മാറും, ആളുകളൊന്നും ചെയ്യും.